നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 7/3/2025 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി 4 വിളിച്ചിരിക്കുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള PSC കാറ്റഗറി നമ്പർ 01/2025 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി സ്ട്രീം 1ലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 01/2025 എന്ന് പറയുന്നത് സ്ട്രീം 1ലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 77,200 രൂപ മുതൽ 1,40,500 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി സ്ട്രീം 1ൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 31 വേക്കൻസികളാണ് സ്ട്രീം 1ലേക്ക്. അതായത് കാറ്റഗറി നമ്പർ 01/2025 എന്ന നോട്ടിഫിക്കേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് 31 വേക്കൻസികളാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 മുതൽ 32 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതായത് 2/1/1993 1/1/2004 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതുകൂടാതെ ഈ തസ്തികയ്ക്ക് ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. അതും കാറ്റഗറൈസ് വൈസിലുള്ള ഏജ് റിലാക്സേഷനാണ് ഉണ്ടാവുന്നത്. അത് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം ബാച്ചിലർ ഡിഗ്രി ഇൻക്ലൂഡിങ് പ്രൊഫഷണൽ കോഴ്സ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി നിന്നും, അതും ആ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് കേരളയുടേതോ അല്ലെങ്കിൽ UGC അംഗീകരിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടേതോ ഏതെങ്കിലും ഒരു UGC അംഗീകരിച്ച സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ ബാച്ചിലർ ഡിഗ്രി, അത് പ്രൊഫഷണൽ കോഴ്സ് ആയിരുന്നാലും പാസ്സായിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതേപോലെ ഈ തസ്തികയ്ക്ക് നിങ്ങൾ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ്. അപ്ലൈ ചെയ്യുന്ന ഈ തസ്തികയ്ക്ക് KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിലിലെ ട്രെയിനിയിലേക്ക് അയക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഫോർമാറ്റ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. മെത്തേഡ് ഓഫ് അപ്ലിക്കേഷൻ, അതായത് അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈനാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 9/4/2025 മുന്നായി ഈ ആപ്ലിക്കേഷൻ അയച്ചിരിക്കേണ്ടതാണ്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇതുവരെയും കേരള കരിയേഴ്സ് എന്ന ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതേപോലെ ഡെയിലി ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് എന്ന ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.